ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോയിന്റർ കൺസെപ്റ്റാണ്. പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ് പോയിന്റർ. അതായത് നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എ എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 10 എന്നുള്ള വാല്യൂ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ വേണ്ടി വരും. അപ്പോൾ ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയാണ് പോയിന്റർ യൂസ് ചെയ്യുക. അതായത് പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് മെമ്മറി അഡ്രസ്സസ് ആസ് ദെയർ വാല്യൂ. അതായത് പോയിന്റർ എന്നുള്ളതും ഒരു വേരിയബിൾ തന്നെയാണ്. ആ വേരിയബിളിനകത്ത് ഉണ്ടായിരിക്കുക മെമ്മറിയുടെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കകത്ത് 10 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. പക്ഷേ ഈ എ എന്നുള്ള വേരിയബിൾ മെമ്മറിയിലൊരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് വേറൊരു വേരിയബിളിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് പോയിന്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 7. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയിൽ കൗണ്ട് എന്ന് പേരുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷനാണ് ഇവിടെ ഒരു ഗ്രീൻ കളറിൽ റെക്റ്റാങ്കിൾ സിമ്പിളിൽ കാണിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ 7 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. പക്ഷേ ആക്ച്വലി ഇത് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനകത്തൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതായത് മെമ്മറിയിൽ ഓരോ ലൊക്കേഷനും ഓരോ അഡ്രസ്സ് ഉണ്ട്. യൂണീക്കായിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ അഡ്രസ്സ് നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്തോട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റർ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ആ പോയിന്റർ വേരിയബിളിനകത്തോട്ട് ഈ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞിട്ട് സാധാരണ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരു 7 എന്നുള്ള വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻറ്റ് സ്റ്റാർ കൗണ്ട് പോയിന്റർ. അപ്പോൾ ഒരു പോയിന്ററിനെ റെപ്രസെന്റ് ചെയ്യുക സ്റ്റാർ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. അതായത് സ്റ്റാർ എന്നുള്ള സിമ്പിൾ ആ വേരിയബിൾ നെയിമിൻ്റെ മുമ്പ് ഒന്ന് പ്രൊസീഡ് ചെയ്യണം. സോ ഇൻറ്റ് സ്റ്റാർ കൗണ്ട് PTR. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതും ആക്ച്വലി ഒരു വേരിയബിൾ തന്നെയാണ്. ഇതിനും ഒരു മെമ്മറി ലൊക്കേഷൻ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മെമ്മറി മാപ്പിംഗ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് കൗണ്ട് PTR എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ഇതിനകത്ത് ഇവിടെ ഡോട്ട് സിമ്പിൾ കാണുന്നത് ഇതിനകത്ത് ആക്ച്വലി ഉണ്ടായിരിക്കുക ഈ കൗണ്ട് എന്നുള്ള വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഇതിനകത്ത് ഏത് വേരിയബിളിൻ്റെ അഡ്രസ്സ് ആണോ സ്റ്റോർ ചെയ്യുന്നത് ആ അഡ്രസ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. പോയിന്റർ ഡിക്ലറേഷൻസ് ആൻഡ് ഇനീഷ്യലൈസേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻറ്റ് സ്റ്റാർ മൈ PTR. അപ്പോൾ മൈ PTR എന്നുള്ള വേരിയബിളിൻ്റെ പേരാണ്. അപ്പോൾ ഈ മൈ PTR എന്നുള്ള ഈ ഒരു വേരിയബിളിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ നിങ്ങൾ പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അതിനാണ് നമ്മുടെ സ്റ്റാർ പ്രൊസീഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കൊരു പോയിന്റർ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണമെന്ന് കരുതുക. പ്രോഗ്രാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്ററിനകത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് 0 ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ഇനീഷ്യലൈസ് ചെയ്യാണ്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നള്ള് ഇനീഷ്യലൈസ് ചെയ്യാം. സാധാരണ നമ്മളൊരു ഇൻറ്റ് i ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പോയിന്റർ വാല്യൂ ഒന്നുകിൽ 0 ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നള്ള് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇൻറ്റ് സ്റ്റാർ മൈ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിൻ്റെ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് പോയിന്റർ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ. അതുപോലെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് ആയിട്ടുള്ളൊരു പോയിന്റർ നിങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ദെൻ പോയിന്റർ ഓപ്പറേറ്റർ. ഇപ്പോൾ സ്റ്റാറിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റാർ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ നിങ്ങളൊരു പോയിന്ററിൻ്റെ മേലെ ഒരു സ്റ്റാർ പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മെമ്മറി ലൊക്കേഷനിലുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ആ പർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സിൽ പോയിട്ട് ഒരു വാല്യൂ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അതൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ള വേരിയബിൾ മെമ്മറിയിൽ ആ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വേരിയബിളിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സ് കിട്ടാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ
ഇൻറ്റ് y ഈക്വൽ ടു 5 z കോമ സ്റ്റാർ yptr. 3 വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള 3 വേരിയബിൾസ്. y അത് നമ്മൾ 5 വെച്ച് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു z വേരിയബിൾ ഉണ്ട്. ദെൻ ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ട്. ഇനി yptr ഈക്വൽ ടു ആംബർസാൻഡ് y. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ yptr എന്നുള്ളൊരു പോയിന്റർ ടൈപ്പ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. ഇതിനകത്തോട്ട് y എന്നുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുക. അതിനാണ് ആംബർസാൻഡ് യൂസ് ചെയ്യുന്നത്. ആംബർസാൻഡ് എന്നുള്ള അഡ്രസ് ഓപ്പറേറ്റർ ആണ്. നിങ്ങൾ സ്കാൻഎഫ് യൂസ് ചെയ്യുമ്പോൾ സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി കൊമ്മ ആംബർസാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ നെയിം കൊടുക്കും. അപ്പോൾ ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത്, കീബോർഡിൽ നിന്നൊരു വാല്യൂ റീഡ് ചെയ്തിട്ട് ആംബർസാൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സിലോട്ടാണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആംബർസാൻഡ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y എന്നുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സ്. ആക്ച്വലി വൈക്കകത്ത് 5 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, പക്ഷെ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഈ 5 എന്നുള്ള വാല്യൂ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത്. ആ അഡ്രസ്സ് yptr എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ yptr എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. അതാണ് അതിൻ്റെ മീനിങ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ yptr എന്നുള്ള പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, z ഈക്വൽ ടു സ്റ്റാർ yptr. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർ ഓപ്പറേറ്റർ ഒരു പോയിന്റർ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനാ പറയുന്ന പേരാണ് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. വാല്യൂ അറ്റ് yptr. yptr എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് വൈൻ്റെ അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിനകത്ത് പോയിട്ട് കറസ്പോണ്ടിങ് വാല്യൂ ഫെച്ച് ചെയ്തിട്ട് അത് സെഡിനകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആക്ച്വലി എന്താ നടക്കുന്നത്, ഇവിടെ 5 എന്നുള്ള വാല്യൂ ആണ് സെഡിനകത്ത് സ്റ്റോർ ആവുക. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മാപ്പിംഗ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ y എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് 5 എന്നുള്ള വാല്യൂ ഉണ്ട്. അതിൻ്റെ അഡ്രസ്സ് തൽക്കാലം നമുക്ക് 60,000 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു 60 എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കാം. അത് ഓരോ പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുമ്പോഴും വാല്യൂ ചേഞ്ച് ആവും, അഡ്രസ്സ് ചേഞ്ച് ആവും. ഓക്കെ, സോ ഇവിടെ y എന്നുള്ള മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് 60,000 ആണ്. ഈ 60,000 എന്ത് ചെയ്തിട്ടുണ്ട്, yptr എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു yptr എന്നുള്ളത് ഇതും ഒരു പോയിന്റർ വേരിയബിൾ ആണ്. അതിനും ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ 50,000 എന്നുള്ള അഡ്രസ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണൊരു പോയിന്ററിൻ്റെ കൺസെപ്റ്റ്. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് പോയിന്ററിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ ചെറിയൊരു പ്രോഗ്രാം ഒന്ന് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, അതിനകത്തൊരു വാല്യൂ സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മളൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ആ പോയിന്റർ വേരിയബിളിനകത്ത് ആ ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റിജർ വേരിയബിൾ ആയിട്ട് ഇൻറ്റ് എ ഈക്വൽ ടു 10. അപ്പോൾ എ എന്നുള്ള മെമ്മറി ലൊക്കേഷനിൽ 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. നമുക്കൊരു പോയിന്റർ വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റർ വേരിയബിളിനകത്ത് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ആ എക്കകത്തുള്ള വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ദ വാല്യൂ അറ്റ് എ ഈസ് %d. സാധാരണ നിങ്ങൾ ചെയ്യണ പോലെ തന്നെ കോമ എ. ഇപ്പോൾ 10 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് ഈ പോയിന്റർ വേരിയബിളിനകത്ത് എയുടെ അഡ്രസ്സ് ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കാം. അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ ആംബർസാൻഡ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുക. അതായത് ആംബർസാൻഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. സോ അഡ്രസ് ഓഫ് എ അതാണ് ഈ പോയിന്റർ വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ അഡ്രസ്സ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് ദി അഡ്രസ് ഓഫ് എ ഈസ്, അതായത് എ സ്റ്റോർ ചെയ്തിട്ടുള്ള അഡ്രസ്സ്. നമ്മൾ അഡ്രസ്സ് പ്രിന്റ് ചെയ്യാൻ നമ്മൾ %u ആണ് നോർമലി യൂസ് ചെയ്യുക, അൺസൈൻഡ് ഇൻറ്റ് കാണിക്കാൻ വേണ്ടി. മെമ്മറി അഡ്രസ്സ് എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. സോ %u ആണ് യൂസ് ചെയ്യുക, കോമ ptr. ഈ ptrനകത്ത് ഇപ്പോൾ എയുടെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ദ വാല്യൂ അറ്റ് എ ഈസ് 10. ദ അഡ്രസ് ഓഫ് എ ഈസ്, എ സ്റ്റോർ ചെയ്തിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറൊരു അഡ്രസ്സാണ് വരിക. കാരണം ഓരോ ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും കമ്പൈലർ വേറെ വേറെ മെമ്മറി ലൊക്കേഷനാണ് ആ വേരിയബിളിന് വേണ്ടി അസൈൻ ചെയ്യുക. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് വേറൊരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അഡ്രസ്സും പ്രിൻ്റായി. നമുക്ക് ഈ പോയിന്റർ യൂസ് ചെയ്തിട്ട് ഈ 10 എന്നുള്ള വാല്യൂ എങ്ങനെ പ്രിന്റ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യാണ്. സോ വാല്യൂ അറ്റ് എ ഈസ് %d. ഈ പോയിന്റർ യൂസ് ചെയ്തിട്ട്
എയിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർ കൊടുത്താൽ മതി. സ്റ്റാർ എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ പോയിന്ററിനകത്ത് പി ടി ആറിനകത്ത് എന്തുണ്ട്? പി ടി ആറിനകത്ത് എയുടെ അഡ്രസ്സ് ഉണ്ട്. ആ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ പോയിട്ട് ഈ വാല്യൂ ഫെച്ച് ചെയ്യണം. അതിനാണ് സ്റ്റാർ പി ടി ആർ എന്ന് കൊടുത്തിട്ടുള്ളത്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈന് ടണ്ണ് പ്രിന്റ് ചെയ്തു, സെക്കൻഡ് ലൈനിൽ അഡ്രസ്സ് പ്രിന്റ് ചെയ്തു, തേർഡ് ലൈനിൽ വീണ്ടും ആ ടണ്ണ് എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്തു. പോയിന്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ പ്രിന്റ് ചെയ്തു. നമുക്ക് ആ പോയിന്ററിന്റെ മേലെ ചെറിയൊരു അഡീഷൻ ഓപ്പറേഷൻ ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. സോ വാല്യൂ അറ്റ് ദാറ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ദാറ്റ് അഡ്രസ് ഈക്വൽ ടു വാല്യൂ അറ്റ് ദാറ്റ് അഡ്രസ് പ്ലസ് ടണ്ണ് ചെയ്ത് നോക്കാം. അപ്പോൾ വാല്യൂ അറ്റ് ദിസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ 10 സോ ദാറ്റ് ടൺ പ്ലസ് എഗെയിൻ ഒരു ടൺ ആഡ് ചെയ്തു. സോ നമുക്ക് ന്യൂ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ ന്യൂ വാല്യൂ അറ്റ് എ ഈസ് സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്റ്റാർ പി ടി ആറിനകത്ത് 20 വന്നിട്ടുണ്ടാവും. സോ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 20 ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഏക്കകത്ത് ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കാം. ഏക്കകത്ത് എന്ത് വാല്യൂ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? നമ്മൾ ആക്ച്വലി ടൺ ആഡ് ചെയ്തിട്ടുള്ളത് ഈ പി ടി ആർ വേരിയബിളിനകത്താണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഏക്കകത്ത് അത് ബാധിച്ചോ എന്നൊന്ന് നോക്കാം. എ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ എയും 20 ആണ് പ്രിന്റ് ആവുക. കാരണം നമ്മൾ ഇവിടെ ആക്ച്വലി മെമ്മറി ലൊക്കേഷനിൽ പോയിട്ടാണ് ടൺ എന്നുള്ള വാല്യൂ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ എഫക്റ്റ് ആ കറസ്പോണ്ടിങ് വേരിയബിളിനകത്തും കൂടിയും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്തപ്പോൾ 20, പുതിയ വാല്യൂ പ്രിന്റ് ചെയ്തപ്പോൾ 20 പ്രിന്റ് ചെയ്തത്. നമുക്ക് തിരിച്ച് സ്ലൈഡ് ഔട്ടിനെ വരാം. The next relation between pointers and arrays. ഒരു അറേയും പോയിന്ററും തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. നിങ്ങളൊരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ അറേനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു 10 വാല്യൂസ് അറേയിൽ സ്റ്റോർ ചെയ്തെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അറേക്കകത്തുള്ള ഓരോ ലൊക്കേഷനിൽ പോയിട്ടും വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എ ഓഫ് 0, എ ഓഫ് 1, എ ഓഫ് 2 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ലൊക്കേഷനിൽ പോയിട്ട് കറസ്പോണ്ടിങ് വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻഡെക്സ് പറയാണ്ട് സിംപ്ലി അറേയുടെ പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്നുള്ള പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അഡ്രസ്സാണ്. അതായത് ആ അറേയിൽ 10 എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 എലമെൻറ്റ്സും 10 ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓരോ ലൊക്കേഷനും ഓരോ അഡ്രസ്സ് ഉണ്ട്. അതിൽ സിംപ്ലി നിങ്ങൾ അറേയുടെ പേര് മാത്രമാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ്. 10 ലൊക്കേഷനും 10 അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റ് സ്റ്റാർ ബി പി ടി ആർ, നമ്മൾ ബി ഓഫ് 5 എന്ന് പറഞ്ഞിട്ടൊരു അറേ ഉണ്ട്. നമുക്ക് കരുതുക ഒരു ബി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5 ലൊക്കേഷനുള്ളൊരു അറേ ഉണ്ട്. നമ്മളൊരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ളൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് സ്റ്റാർ ബി പി ടി ആർ. ഇനി ബി പി ടി ആർ ഈക്വൽ ടു സിംപ്ലി ബി എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ബി എന്ന് പറഞ്ഞൊരു അറേ ആണ്. ഇവിടെ ബി എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് ഈ അറേയിൽ 5 ലൊക്കേഷനാണുള്ളത്, അതിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് അത് മീൻ ചെയ്യുന്നത്. ബേസ് അഡ്രസ്സ് എന്ന് പറയും, സ്റ്റാർട്ടിങ് അഡ്രസ്സ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് ബി പി ടി ആറിൽ സ്റ്റോർ ചെയ്യുക. ഇവിടെ നിങ്ങൾ ആംബർസാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ മാത്രമേ ആംബർസാൻഡ് ബി എന്ന് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ ഒരു അറേ ആണ്, അറേയുടെ പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? ആ സ്റ്റാർട്ടിങ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് ഇങ്ങോട്ട് സ്റ്റോർ ആവുക. ഓർ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ബി പി ടി ആർ ഈക്വൽ ടു ആംബർസാൻഡ് ബി ഓഫ് 0. അപ്പോൾ ബി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻ്റ് ആണ്, അതിൻ്റെ അഡ്രസ്സ്. ആംബർസാൻഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓപ്പറേറ്റർ ആണ്, അതാണ് ഇങ്ങോട്ട് സ്റ്റോർ ആവുക. ഓർ യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ബി പി ടി ആർ ഈക്വൽ ടു ബി പ്ലസ് 0, ഇങ്ങനെയും പറയാം. അപ്പോൾ 0 എന്നുള്ളത് ഇൻഡെക്സ് ആണ്, ബി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ വെറുതെ ഒരു അറേയുടെ പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അതൊരു അഡ്രസ്സാണ്, അറേ അഡ്രസ്സാണ്. അതോടുകൂടി ഒരു ഇൻഡെക്സ് വാല്യൂ സ്റ്റോർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ലൊക്കേഷനിലോട്ട് പോകും. സോ ബി പ്ലസ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ്, അതിൻ്റെ അഡ്രസ്സാണ് ഇങ്ങോട്ട് സ്റ്റോർ ആക്കുക. നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. റൈറ്റ് എ പ്രോഗ്രാം ടു സ്വാപ്പ് 2 നമ്പേഴ്സ് യൂസിങ് പോയിന്റേഴ്സും, അതുപോലെ റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് അറേ എലമെന്റ്സ് യൂസിങ് എ ഫംഗ്ഷൻ വിത്ത് പോയിന്റർ ടു ദി അറേ ആസ് ആർഗ്യുമെന്റ്. അതായത് ഫംഗ്ഷനകത്തോട്ട് ഒരു അറേ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ അറേ എലമെന്റുകളുടെ സമ്മ് കാണാനുള്ള പ്രോഗ്രാമാണ്. ഇതൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ 2 നമ്പർ വാല്യൂസ് സ്വാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20.
ഇനി രണ്ട് വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് രണ്ട് പോയിന്റർ യൂസ് ചെയ്യാം. *p1, *p2. ഒരു ടെമ്പററി വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. എത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വേരിയബിൾസ്? നമുക്ക് എയുടെയും ബിയുടെയും ഇനീഷ്യലി എന്താണ് വാല്യൂ എന്നുള്ളതൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് a ഈക്വൽ ടു %d, b ഈക്വൽ ടു %d. എയും ബിയും വാല്യൂസ് പ്രിന്റ് ചെയ്തു. ഒരു ന്യൂ ലൈനും കൊടുക്കാം. a, b. എയുടെയും ബിയുടെയും വാല്യൂസ് പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് ഈ എയുടെയും ബിയുടെയും മെമ്മറി ലൊക്കേഷൻസ് ആ രണ്ട് പോയിന്ററിലൊന്ന് സ്റ്റോർ ചെയ്യാം. സോ p1 ഈക്വൽ ടു ആംപർസാൻഡ് a, p2 ഈക്വൽ ടു ആംപർസാൻഡ് b. അപ്പോൾ p1-നകത്ത് എയുടെ അഡ്രസ്സും p2-നകത്ത് ബിയുടെ അഡ്രസ്സും സ്റ്റോർ ചെയ്തു. നമുക്ക് ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്വാപ്പ് ചെയ്ത് നോക്കാം. അതായത് പോയിന്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്വാപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ *p1, അതായത് t ഈക്വൽ ടു *p1. *p1 എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് p1. വാല്യൂ അറ്റ് p1. p1-നകത്ത് എന്താ ഉള്ളത്? p1-നകത്ത് എയുടെ അഡ്രസ്സാണ്. സോ ആ അഡ്രസ് ലൊക്കേഷനിൽ പോയിട്ട് കറസ്പോണ്ടിങ് വാല്യൂ എടുക്കണം. അത് t എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യണം. അതേപോലെ വാല്യൂ അറ്റ് p1 ഈക്വൽ ടു വാല്യൂ അറ്റ് p2. വാല്യൂ അറ്റ് p2 ഈക്വൽ ടു t-കകത്ത് എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അത് എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്ന് യൂസ് ചെയ്തിട്ടൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താണ് ഇപ്പോൾ പുതിയ വാല്യൂസ്, എക്കും ബിക്കകത്തും എന്താണ് വാല്യൂസ് വന്നിട്ടുണ്ടെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇനീഷ്യലി a ഈക്വൽ ടു 10, b ഈക്വൽ ടു 20. ആഫ്റ്റർ സ്വാപ്പിംഗ് a ഈക്വൽ ടു 20, b ഈക്വൽ ടു 10. ഇനി ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ എയും ബിയും ഇനീഷ്യലി ഇത്രയും കാര്യങ്ങളുണ്ട്. അത് പ്രിന്റ് ചെയ്തു. നമുക്കൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. സ്വാപ്പ് ഓഫ് ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഇവിടുന്ന് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത് എയുടെയും ബിയുടെയും അഡ്രസ്സ് പാസ് ചെയ്യാം. ആംപർസാൻഡ് a, ആംപർസാൻഡ് b. ഇപ്പോൾ രണ്ട് വാല്യൂസാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ നമുക്ക് മേലെ ഡിഫൈൻ ചെയ്യാം. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. സ്വാപ്പ് ഓഫ്. അപ്പോൾ ഇവിടുന്ന് അഡ്രസ്സാണ് ഇങ്ങോട്ട് ഈ ഫംഗ്ഷനകത്തോട്ട് വരുന്നത്. സോ അഡ്രസ്സ് കീപ്പ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റർ ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യണം. *p1, *p2. ഓക്കെ, നമുക്ക് ഇതിലൊരു ടെമ്പററി വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. ഇനി നമുക്ക് സ്വാപ്പിംഗ് നടത്തുന്നത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നടത്തുന്നത്. പക്ഷെ അത് ആക്ച്വലി മെമ്മറി പോയിന്റർ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്വാപ്പിംഗ് ചെയ്യുന്നത്. സോ t ഈക്വൽ ടു *p1, *p1 ഈക്വൽ ടു *p2, *p2 ഈക്വൽ ടു t. ഇവിടുന്ന് നമ്മൾ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആ എയുടെയും ബിയുടെയും വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എക്കും ബിക്കും ഇവിടെ ലോക്കൽ സ്കോപ്പാണ്. ഇതിൻ്റെ വാല്യൂ ഇതിനുള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ എന്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാലും അത് വേറൊരു ഫംഗ്ഷനകത്തൊന്നും ബാധിക്കില്ല. ഇവിടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്തു? വാല്യൂസ് ചേഞ്ച് ചെയ്തു. ഇത് മെമ്മറി ലൊക്കേഷനിൽ പോയിട്ടാണ് ചേഞ്ച് ചെയ്തത്. നമുക്ക് ആഫ്റ്റർ സ്വാപ്പിംഗ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് ആഫ്റ്റർ സ്വാപ്പിംഗ് ഈ എയും ബിയും എന്താണ് വന്നിട്ടുള്ളതെന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട് കിട്ടുക നോക്കാം. ഓക്കെ, ഇവിടെ ഇൻറ്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, a ഈക്വൽ ടു 10, b ഈക്വൽ ടു 20. ആഫ്റ്റർ സ്വാപ്പിംഗ് a ഈക്വൽ ടു 20, b ഈക്വൽ ടു 10. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും കൂടി അത് മെമ്മറിയിലാണത് ആ ചേഞ്ചിങ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനുള്ളിലും ആ കറസ്പോണ്ടിങ് എഫക്റ്റ് അല്ലെങ്കിൽ ആ വേരിയബിളിന് കറസ്പോണ്ടിങ് വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന് സം ഓഫ് അറേ എലമെന്റ്സ് കാണാനാണ്. നമുക്കിവിടെ ഫംഗ്ഷൻ്റെ പേരെല്ലാം മാറ്റാം. ഇവിടെ ഫൈൻഡ് സം എന്ന് കൊടുക്കാം. ഫൈൻഡ് സം. നമുക്കിവിടെ ആർഗ്യുമെന്റ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. സോ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യണം. മെയിൻ ഫംഗ്ഷനുള്ളിൽ നമുക്കൊരു അറേ വേണം. സോ ഇൻറ്റ് a ഓഫ് 10 എന്ന് പറഞ്ഞൊരു അറേ ഡിക്ലെയർ ചെയ്യാം. അറേയിലോട്ട് വാല്യൂസ് റീഡ് ചെയ്യാൻ ഒരു ലൂപ്പ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. സോ i എന്നുള്ളൊരു വേരിയബിൾ, ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് കീപ്പ് ചെയ്യാൻ n എന്നുള്ളൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യാം.
ഇനി യൂസറോട് ചോദിക്കാം എത്ര എലമെന്റ്സ് ഉണ്ടെന്നുള്ളത്. സോ പ്രിന്റ് ഓഫ് ഹൗ മെനി എലമെന്റ്സ് scanf %d, ആമ്പർസാൻഡ് n നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടി. ഇനി യൂസറോട് നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കാം. പ്രിന്റ് ഓഫ് എൻ്റർ ദ എലമെന്റ്സ് ഫോർ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച മെത്തേഡ്സ് ആണ്. i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്, scanf %d, ആമ്പർസാൻഡ് a of i. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ അറയിലോട്ട് വാല്യൂസ് എല്ലാം പോപ്പുലേറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം, അല്ലെങ്കിൽ സമ്മ് കാണാനുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. സോ നമ്മുടെ ഫംഗ്ഷന്റെ പേര് ഫൈൻഡ് സം എന്നാണ്. സോ ഫൈൻഡ് സം ഓഫ് ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ അറേ ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അറയുടെ പേര് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു അറയുടെ പേര് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അഡ്രസ് ഓഫ് ഫസ്റ്റ് എലമെന്റ്, ആ അറേക്കകത്തുള്ള ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യാം. ദെൻ സെക്കൻഡ് ആർഗ്യുമെന്റ് ആയിട്ട് നമ്പർ ഓഫ് എലമെന്റ്സും പാസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനുള്ളിൽ അപ്പോൾ ഇവിടുന്ന് അഡ്രസ് ആണ് വരുന്നത്. അറേ എലമെന്റിന്റെ ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു പോയിന്റർ വേണ്ടി വരും. തൽക്കാലം നമുക്ക് p എന്ന് കൊടുക്കാം. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് കീപ്പ് ചെയ്യാൻ n എന്നുള്ളൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് അറയുടെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കൊരു വേരിയബിൾ സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അതുപോലെ നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ i എന്നുള്ളൊരു വേരിയബിളും വേണ്ടി വരും. സോ ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്, നമുക്ക് സമ്മാണ് കാണുന്നത്. സോ സം ഈക്വൽ ടു ഓൾറെഡി സമ്മിനകത്തുള്ള വാല്യൂ പ്ലസ്, ഓൾറെഡി ഇനീഷ്യലി സമ്മിനകത്ത് 0 ആണ്, അതേ പ്ലസ് ഓരോ എലമെന്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, പിക്കകത്ത് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. സോ വാല്യൂ അറ്റ് ദാറ്റ് പി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇനീഷ്യലി ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ വാല്യൂ അറ്റ് ഫസ്റ്റ് എലമെന്റ്. ഇനി അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ വാല്യൂ അറ്റ് അടുത്ത എലമെന്റ് ആണ് വേണ്ടത്. ദെൻ അത് കഴിഞ്ഞ് വരുമ്പോൾ വാല്യൂ അറ്റ് അടുത്ത എലമെന്റ്. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു പ്ലസ് i കൊടുക്കുക. സോ ഫസ്റ്റ് വാല്യൂ അറ്റ് p പ്ലസ് 0, ദെൻ വാല്യൂ അറ്റ് p പ്ലസ് 1, വാല്യൂ അറ്റ് p പ്ലസ് 2. അപ്പോൾ ഓരോ ലൊക്കേഷനിൽ ജമ്പ് ചെയ്ത് അത് ഈ സമ്മിനകത്തോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോയിക്കോളും. ഇനി നമുക്ക് ഇത് ലൂപ്പിൽ എക്സിറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആ എലമെന്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ the sum is %d, ആ സം പ്രിന്റ് ചെയ്യാം. ഓക്കെ, സെമിക്കോളൻ മിസ്സിംഗ് ആണ്. ഹൗ മെനി എലമെന്റ്സ്, നമുക്ക് 5 കൊടുത്ത് നോക്കാം. എൻ്റർ ദ എലമെന്റ്സ് 1, 2, 3, 4, 5. സോ ദ സം ഈസ് 55. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വാല്യൂ അറ്റ് p പ്ലസ് i ആണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വേറൊരു മോഡൽ കാണിച്ചു തരാം. സോ ഇവിടെ വാല്യൂ അറ്റ് p, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, p ഈക്വൽ ടു p പ്ലസ് 1, അതായത് അഡ്രസ്സ് ഒന്നൊരു ലൊക്കേഷൻ ഒന്ന് ജമ്പ് ചെയ്യാം. ഇതിന് അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ സ്റ്റാർ p എടുത്തോളൂ. ഇപ്പോഴും ഞങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെ അറേ ഇങ്ങനെ ഒരു ഫംഗ്ഷനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അറയുടെ മേലെ എന്ത് ഓപ്പറേഷനും അല്ലെങ്കിൽ എന്ത് ഇറ്ററേഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വാല്യൂ കിട്ടാൻ നിങ്ങൾ സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.